മല്ലയ്യ ജ്വല്ലേഴ്സ്, ഓട്ടുപാറ, വടക്കാഞ്ചേരി. ഫോൺ 04884 232 666. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആഴ്ചയില്ലാത്ത കുഞ്ഞുമോന് കാരുണ്യക്കടലൊരുക്കി വടക്കാഞ്ചേരിയിലെ വ്യാപാര സമൂഹം. വടക്കാഞ്ചേരി വാഴാനി റോഡിലെ എങ്കക്കാട് റെയിൽവേ ഗേറ്റിന് സമീപം ലോട്ടറി ടിക്കറ്റ് വിറ്റ് ഉപജീവനം നടത്തുന്ന കുഞ്ഞുമോനെ കഴിഞ്ഞ ദിവസം ചില സാമൂഹ്യ വിരുദ്ധർ പറ്റിച്ചു കടന്നു കളഞ്ഞു. കുഞ്ഞുമോന്റെ കൈവശമുണ്ടായിരുന്ന അക്ഷയ ഭാഗ്യക്കുറിയുടെ ഒരു കെട്ടിൽ നിന്നും 50 ടിക്കറ്റുകൾ അടിച്ചു മാറ്റുകയായിരുന്നു. ഇരുചക്ര വാഹനത്തിലെത്തിയവർ 2 ടിക്കറ്റ് എടുക്കുകയും പണം നൽകുകയും ചെയ്തു. ഇഷ്ട നമ്പറുകൾ തിരഞ്ഞെടുക്കാൻ ഇവരുടെ കയ്യിൽ നൽകിയ കെട്ടിൽ നിന്നും 50 ടിക്കറ്റുകൾ എടുത്തു മാറ്റിയ ശേഷം പഴയത് കയറ്റി വയ്ക്കുകയായിരുന്നു. പിടിച്ചു നോക്കിയപ്പോൾ ടിക്കറ്റിൻ്റെ തുമ്പ് വളഞ്ഞിരിക്കുന്നതായി തോന്നി. പരിശോധിച്ചപ്പോഴാണ് തന്നെ പറ്റിച്ച വിവരം കുഞ്ഞുമോൻ അറിയുന്നത്. 2000 രൂപയോളം ഇതുമൂലം കുഞ്ഞുമോന് നഷ്ടമുണ്ടായി. എവിടെ എന്തു പ്രശ്നമുണ്ടായാലും കൈത്താങ്ങാവുന്ന വടക്കാഞ്ചേരിയിലെ വ്യാപാര സമൂഹം വിവരമറിഞ്ഞയുടനെ കുഞ്ഞുമോൻ്റെ അരികിലെത്തി തുക കൈമാറി. ദൈവതുല്യം ഓടിയെത്തിയ വ്യാപാരികൾക്ക് കുഞ്ഞുമോൻ നന്ദി പറഞ്ഞു. വയനാട്ടിലെ ദുരന്ത ഭൂമിയിലേക്ക് 2,11,111 രൂപ വ്യാപാരികൾ കഴിഞ്ഞ ദിവസം ധനസഹായമായി നൽകിയിരുന്നു. യൂണിറ്റ് പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ, വ്യാപാരികളായ PN ഗോകുലൻ, ഹിസ അബ്ദുറഹ്മാൻ, പ്രശാന്ത് മല്ലയ്യ, താളം രാജൻ എന്നിവർ സന്നിഹിതരായിരുന്നു. കുഞ്ഞുമോന്റെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ ഇതേമാതിരി തന്നെ ചാനലിൽ ഒരു ന്യൂസ് ഞങ്ങൾ കണ്ടു. വേറൊന്നുമില്ല, നമ്മുടെ കുഞ്ഞുമോൻക്ക ഇവിടെ ഈ എങ്കക്കാട് ഭാഗത്ത് അദ്ദേഹത്തിനെ സംബന്ധിച്ച കാഴ്ച തീരെ കാണാനില്ലാത്തൊരു അവസ്ഥയിലാണ്. 30-35 കൊല്ലമായി ഈ ഭാഗത്തൊക്കെ തന്നെ ആൾ ഈ ലോട്ടറി ആയിട്ട് കച്ചവടം ചെയ്യുന്നതാണ്. പക്ഷേ ഇന്നലെ ഒരു ന്യൂസ് കേട്ടത്, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് കുറച്ച് ലോട്ടറി വേണമെന്ന് പറയുകയും അദ്ദേഹം ആ ലോട്ടറി ടിക്കറ്റ് അങ്ങനെ തന്നെ ഏൽപ്പിക്കുകയും ചെയ്തു. ഈ എടുത്ത ആൾ ഈ പറഞ്ഞ 3 ലോട്ടറി വേണമെന്ന് പറയുകയും അതിൻ്റെ പൈസ കൊടുക്കുകയും ചെയ്തു. പോയതിന് ശേഷമാണ് കുഞ്ഞുമോൻ നോക്കുമ്പം അദ്ദേഹം കൊടുത്ത ലോട്ടറിയിൽ 50 ലോട്ടറി പഴയ ലോട്ടറി വെച്ച് 50 എണ്ണം പുതിയത് ഈ പറഞ്ഞ ആൾ എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തത്. അത് ചാനലിലൊക്കെ വന്നപ്പോൾ ഞങ്ങൾ അസോസിയേഷനെ സംബന്ധിച്ച് വലിയൊരു വിഷമമായി. കാരണം എന്ന് പറഞ്ഞാൽ കച്ചവടക്കാരുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് നന്നായിട്ട് അറിയുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അപ്പം അദ്ദേഹത്തിന് ഒരു ദിവസം കിട്ടുന്ന ഈ പറഞ്ഞ മാതിരി വളരെ ഒരു ചെറിയൊരു സംഖ്യ മാത്രമേ ഉള്ളൂ. അപ്പം ഈ 50 ലോട്ടറിയുടെ സംഖ്യ ഒരു 10,000-2000 രൂപയോളം നഷ്ടം വന്നു എന്ന് കേട്ടപ്പം ഞങ്ങളെ സംബന്ധിച്ച് വളരെ വിഷമമാകും. പ്രത്യേകിച്ച് ഓണം സമയമാണ് ഇനി വരുന്നത്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇതൊക്കെ വിറ്റിട്ട് വേണം ഈ ലോട്ടറി കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ അസോസിയേഷൻ ഒരു തീരുമാനം ഉണ്ടായിരുന്നു പറഞ്ഞാൽ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട സംഖ്യ കൊടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങളിപ്പം ഇവിടെ വന്ന് അദ്ദേഹത്തിന് വീണ്ടും കച്ചവടം ചെയ്യാനുള്ള സംഖ്യ ഞങ്ങൾ കൊടുക്കാനാണ് തീരുമാനിച്ചത്. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.